സംസ്ഥാനത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ.ഡി.എഫിന് വൻ നേട്ടം. 15 എണ്ണത്തിൽ 9 വാർഡുകൾ എൽ.ഡി.എഫ് നേടി, 2 എണ്ണത്തിൽ യു.ഡി.എഫും ഒരിടത്ത് ബി.ജെ.പിയും വിജയിച്ചു. തിരുവനന്തപുരം കരകുളം ഗ്രാമപഞ്ചായത്തിലെ കാച്ചാണി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിന് മികച്ച വിജയം. ഇവിടെ സി വികാസ് 585 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആലപ്പുഴ കൈനകിരി ഗ്രാമപഞ്ചായത്തിലെ ചെറുകാലികായൽ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിന്റെ അനിതാ പ്രസാദ് വിജയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ആനന്ദേശ്വരം വാർഡിൽ സി.പി.ഐ സ്ഥാനാർത്ഥി നീജ അനിൽകുമാറും വിജയിച്ചു. കണ്ണൂർ ജില്ലയിലെ യു.ഡി.എഫിന്റെ കുത്തക സീറ്റായ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി വാർഡ് എൽ.ഡി.എഫ് പിടിച്ചെടുത്തു. സി.പി.ഐ സ്ഥാനാർത്ഥി ലാലി തോമസാണ് ഇവിടെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയത്. പാലക്കാട് മങ്കര 8-ാം വാർഡിൽ എൽ.ഡി.എഫ് അട്ടിമറി വിജയം നേടി. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.കെ. ഷിബു 31 വോട്ടിനാണ് വിജയിച്ചത്. തെങ്കര പഞ്ചായത്തിൽ 14-ാം വാർഡിൽ കോൺഗ്രസിന്റെ ഉഷ 16 വോട്ടിന് വിജയിച്ചു. പാലക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ ഗഫൂർ കോൽക്കളമാണ് വിജയിച്ചത്. കാസർഗോഡ് മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ മജ്ബയിൽ വാർഡ് ബി.ജെ.പിയിൽ നിന്നും എൽ.ഡി.എഫ് തിരിച്ചു പിടിച്ചു. സി.പി.ഐയിലെ പി. ശാന്താറാം ഷെഡ്ഡി 113 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി.പി.എമ്മിലെ ചന്ദ്രഹാസ ആൽവയെ തോൽപ്പിച്ചത്. മുസ്ലിം ലീഗിലെ ഹസൻ കുഞ്ഞിന് വെറും 11 വോട്ടുകളാണ് ലഭിച്ചത്.